ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും IMA സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് ഗാഡ്ജറ്റ്സും ക്യാമറാസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് IMA സ്റ്റുഡൻസ്. ഞാൻ ആക്ച്വലി അവരുടെ നിന്ന് ക്യാമറയും അതുപോലെ തന്നെ 2-3 സ്റ്റഫ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ സൈറ്റ് ഇടാം. ഇപ്പൊ അത്യാവശ്യം മുമ്പ് ഞാൻ ഇത് വാങ്ങിച്ചു, 2-3 കൊല്ലമൊക്കെ മുമ്പായിരുന്നില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ ഇവര് ഭയങ്കരമായിട്ട് അഡ്വർടൈസ്മെന്റ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാത്തിനായിട്ടും റേറ്റ് കുറഞ്ഞിട്ട് തന്നെ അവർ കാണിക്കുന്നത്. അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോയിട്ട് നിങ്ങൾ അത് വാങ്ങിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് തന്നെ എനിക്കൊരു ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഹൈ എമൗണ്ട് നമ്മൾ വാങ്ങിക്കാറില്ല. നമുക്ക് റിസ്ക് ആണ്. മാക്സിമം നമ്മൾ ഇതിൽ നിന്ന് ഒരു ചെറിയ ഒരു ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ടോപ്പ് ക്യാമറ, ടോപ്പ് അല്ല എന്താ പറയുക, ഡിജിറ്റൽ ക്യാമറ പണ്ട് വരെ വാങ്ങിച്ചിട്ടുണ്ട് ക്യാനോണ്ട്. അതിനുശേഷം നമ്മളൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ റീസെന്റ് ഒരു മൈക്ക് ഓട്ടിട്ടുണ്ടായിരുന്നു, ഒരു 14,000 വരെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തപ്പോൾ അതിൽ നമുക്ക് ഒരു ഇനീഷ്യൽ കുറച്ച് പേയ്മെന്റ് 5%, 10% പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് പേയ്മെന്റ് ചെയ്തു. പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനായിട്ടും വില കുറഞ്ഞ് നമുക്ക് ആമസോണിൽ കളിക്കുന്നുണ്ട്. ആദ്യം നോക്കിയപ്പോൾ ആമസോണിലായിരുന്നു വില കൂടുതൽ, പിന്നെ പക്ഷേ ആമസോണിൽ വില കുറഞ്ഞു. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചാൽ നമ്മളിത് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാനും എല്ലാ വേസും നോക്കി, കോൺടാക്ട് ചെയ്യാനും ക്യാൻസലേഷൻ ചെയ്യാനും എല്ലാം നോക്കി. ഒരു രക്ഷയില്ല. 5-6 ദിവസം കഴിഞ്ഞിട്ട് അവന്മാരുടെ റിപ്ലൈ വന്നേക്കുന്നത് ഇതിന് റീഫണ്ടും സംഭവമൊന്നും ഇല്ലാതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു എന്നാ പോട്ടെ, അവള് റീഫണ്ട് ഇല്ല, നമുക്ക് വേണമെങ്കിൽ അതിന്റെ റിവാർഡ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ തരാന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ അതും പോട്ടെ, റിവാർഡ് പോയിന്റ് ആണെങ്കിലും കിട്ടട്ടെ വിചാരിച്ചിട്ട് അതും ഓക്കെ പറഞ്ഞു. എന്നിട്ടും ഒരു റിപ്ലൈ ഇല്ല. അതിൻ്റെയൊക്കെ എന്താ പറയാ, സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ എൻ്റെ ഉണ്ട്, ഇമെയിൽസും ഒക്കെ എൻ്റെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ടുണ്ട്, ഇമെയിൽ എടുക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ട്വിറ്ററിൽ എല്ലാത്തിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇട്ടു. ഒരു റെസ്പോൺസും ഇല്ല ഇവന്മാരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ഒറ്റ സാധനം വരാൻ, പ്രത്യേകിച്ച് ഹൈ പ്രൈസ് സാധനം വരെ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കരുത്. കിട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പണ്ടത്തെ സപ്പോർട്ടൊന്നും ഇപ്പം ഇല്ല. എനിക്ക് തോന്നുന്നു ഓൾറെഡി പൊട്ടാറായിട്ടൊന്നുണ്ട് കമ്പനി. എന്താ വെച്ചാൽ ആദ്യം ഞാൻ വാങ്ങിച്ച സമയത്തൊക്കെ റിപ്ലൈ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ അയച്ചാലോ നമ്മളൊക്കെ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ സംഭവങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഒരു റെസ്പോൺസിൽ ഒരു അനക്കൂല, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു അനക്കൂല. അപ്പോൾ ഡോൺ ബൈ ഫ്രം IMA സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കിയാണ്. റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. കാശ് പോയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണമെങ്കിൽ വാങ്ങിക്കാം. അല്ലാണ്ട് നമ്മളിത് ഡീവാലുവേഷനോ ഡീഗ്രഡേഷനോ സംഭവമൊന്നുമല്ല. നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കയ്യിൽ അതിൻ്റെ എല്ലാ പ്രൂഫും ഉണ്ട്. നമ്മളതിനെ അവരെ കോൺടാക്ട് ചെയ്ത സംഭവമുണ്ട്. ഒരു രക്ഷയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ ചുമ്മാ ഇമെയിൽ ഞാൻ കാണിച്ചു തരാം. കുറെ ഇമെയിൽസ് ഞാൻ അയച്ചു, കുറെ ട്വിറ്ററിൽ അയച്ചു, ഒരു രക്ഷയില്ല. എന്തെങ്കിലും റെസ്പോൺസ് വേണ്ടേ? പറയുമ്പോൾ ഞാൻ 5% കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അതായത് 1000 സംതിങ് അത്ര കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നാലും നമ്മൾ ഹാർഡ് ഏൺഡ് പണിയല്ലേ. എത്ര രൂപയായാലും 1 രൂപയായാലും ഒരു റെസ്പോൺസും ഇല്ല എന്ന് പറയുന്നത്. അവർ എന്നിട്ട് ഇല്ലാത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് വാങ്ങുന്നതൊക്കെ ആദ്യം പറഞ്ഞവര്. ഞാനത് കാണിച്ചു തരാം. അതായത് അവിടെ എന്താ ഹെൽപ്പ് ഡെസ്ക്, എന്താ നമുക്കൊന്ന് പോസ് ചെയ്ത് നോക്കാം. ഇത് അവരുടെ ഹെൽപ്പ് ഡെസ്ക് ആണ്. IMA സ്റ്റുഡൻസ് ഉണ്ട്, അവർ റിപ്ലൈ അയച്ചിട്ടുണ്ട്. ഇതുപോലെ കുറെ മെയിൽസ് ഉണ്ട്, ഒരു റിപ്ലൈ ഇല്ല. ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈ വരും. അതിനുശേഷം പിന്നെയും ക്ലോസ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കണം. അപ്പോൾ റിസ്കിൽ വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക്. അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ സുഖമായിട്ട് ട്രാക്ക് ചെയ്യാവുന്നതും ക്യാൻസൽ ചെയ്യാവുന്നതും ഇഷ്ടംപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്. അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറുകളുണ്ട്. അതിനൊക്കെ വാങ്ങിച്ചാൽ മതി. ചെറിയൊരു എമൗണ്ട് കുറഞ്ഞു നോക്കിയിട്ട് ഇതുപോലെ സൈറ്റിലൊക്കെ വാങ്ങിച്ചാൽ പണി കിട്ടും. എനിക്കതാ ഉണ്ടായത്. ഒരു 600 രൂപ 700 രൂപയാണ് കുറവ് നോക്കിയിട്ട്, ആമസോണിന് കുറവ് നോക്കിയിട്ടാണ് ഇതിൽ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് പോയി കിട്ടി, അതിനായിട്ട് കൂടുതൽ പോയി കിട്ടി. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. നമ്മുടെ മെയിൻ 2 ചാനൽ കാണാത്തവർ കണ്ടു വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. അതുപോലെ തന്നെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ലിങ്ക് ആയിരിക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം. ബൈ.